ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പുതിയ സിനിമയായ ദി പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ചാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീരം. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഈയിടെയായിട്ട് മിസ് ചെയ്തിരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു പക്ക ചെയിൻ കോമഡി പടം. ആ കുറവ് ഈ സിനിമ അടിമുടി തീർത്തിട്ടുണ്ട്. സിനിമ തുടങ്ങിയിട്ടൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ ഒരു ചിരി വീഴും. പിന്നെ അത് അങ്ങോട്ട് കൂടി വരും. ചിരിച്ച് ക്ഷീണിച്ച് പോകുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, അത്രയ്ക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. പ്രനീഷ് വിജയനാണ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഡിറ്റക്റ്റീവ് കഥയുടെ ത്രില്ലിനെയും അതിനൊപ്പം തമാശയിൽ പൊതുന്ന രീതിയിലാണ് പുള്ളി അവതരിപ്പിച്ചത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ആനന്ദ് സി ചന്ദ്രൻ്റെ ഛായാഗ്രഹണവും രാജേഷ് മുരുകേഷിൻ്റെ സംഗീതവും രണ്ടുപേരും കയ്യടി അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ കലൈ കിങ്സൺ ആക്ഷൻ രംഗങ്ങൾ കോമഡിയുമായിട്ട് വളരെ ബാലൻസ് ചെയ്താണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ടോണി ജോസ് ആലുവിലേക്ക് അവിചാരിതമായിട്ട് കിട്ടുന്ന ഒരു കേസും അതിൻ്റെ പിന്നാലെയുള്ള സംഭവവികാസങ്ങളുമാണ് സിനിമ പറയുന്നത്. ത്രില്ല്, സസ്പെൻസ്, ട്വിസ്റ്റ് ഇതൊക്കെ കൃത്യമായ അളവിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഷറഫുദ്ദീൻ ലിറ്ററലി ദ ബാക്ക് ബോൺ ഓഫ് ദിസ് ഫിലിം. ടോണി ജോസ് ആലുവിലായിട്ട് പുള്ളിക്കാരൻ ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചേക്കുന്നത്. കോമഡി ടൈമിങ്ങും ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്ത രീതി കണ്ടാൽ മനസ്സിലാകും ഇനി ആക്ഷൻ കോമഡി പടങ്ങൾ ഷറഫുദ്ദീൻ ഉറപ്പായിട്ടും ലിസ്റ്റിലുണ്ടാവുന്നുള്ളത്. ഷറഫുദ്ദീൻ മാത്രമല്ല, വിജയരാഘവൻ, രഞ്ജിത്ത് പണിക്കർ, അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട് ഇവരെല്ലാവരും പൊളിച്ചിട്ടുണ്ട്. വിജയരാഘവൻ്റെ ദിൽരാജ് എന്ന കഥാപാത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വേറിട്ടൊരു വേഷമാണ്. ചിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ കഥാപാത്രത്തെയും സംവിധായകൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഒരു CID മൂസ പോലെയുള്ള പഴയ ഒരു ദിലീപ് സിനിമയൊക്കെ കണ്ടിറങ്ങിയ ഒരു ഫീലാണ് ഈ സിനിമ കണ്ടിട്ട് കിട്ടിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ഓവർ എക്സ്പെക്റ്റേഷൻസോ ലോജിക്കോ ഒന്നും നോക്കാതെ ടെൻഷനില്ലാതെ ഒരു 2 മണിക്കൂർ തിയേറ്ററിലിരുന്ന് ചിരിച്ച് രസിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഒരു അടിപൊളി ചിരിയും ത്രില്ലും നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.